വഴുതനങ്ങ കണ്ണിന് കണ്ടുകൂടാത്ത എൻ്റെ മോനും മോളും നല്ല ഇഷ്ടത്തോടെ കഴിച്ച ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണിത് കേട്ടോ. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് സ്കോർ ചെയ്ത് ഞാൻ 3 അല്ലി വെളുത്തുള്ളി എടുത്ത് ആ വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവനുസരിച്ച് ചേർക്കാം. എൻ്റെ കണക്കിന് പക്ഷേ ഈ 2 പച്ചമുളകും കൂടുതലായിരുന്നു. അങ്ങനെ പച്ചമുളകും വെളുത്തുള്ളി ഇതിനിടയിൽ നന്നായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മളത് ഗ്യാസ് ഓണാക്കി ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ തൊലി പൊള്ളിച്ചെടുക്കണം. ഇച്ചിരി കഴിഞ്ഞ് എൻ്റെ കൈ പൊള്ളാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഒരു കൽച്ചട്ടിക്കകത്ത് വിട്ട് പൊള്ളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത് മല്ലിയില ഇല്ല. പിന്നെ ഞാനും എൻ്റെ മോനും കൂടെ മല്ലിയില പറിക്കാനായിട്ട് നേരെ ഗാർഡനിലേക്ക് ഓടി. കഴിഞ്ഞ സമ്മറിൽ അരി വീണ് പൊട്ടിക്കിളിച്ചു വന്ന മല്ലിയിലയാണ്. വിൻ്റർ ആയിട്ടും കൂടി എനിക്ക് ഇത്തവണ മല്ലിയില കുഴപ്പമില്ലാത്ത രീതിയിൽ ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പൈഡർമാൻ എൻ്റെ രക്ഷയ്ക്കെത്തി. വെട്ടയില്ല ഞാൻ കക്ഷി ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചുകൊണ്ട് വന്നു. അങ്ങനെ സ്നെയിലിന് പകരം ഞാൻ മല്ലിയില തന്നെ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചു. പിന്നെ ഞാനൊരു കുഞ്ഞൊരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു 6 സബോളയും പിന്നെ ഒരു തക്കാളിക്കായും എടുത്തിട്ടുണ്ട്. സബോളയൊക്കെ അരിഞ്ഞ് തക്കാളിക്കായും ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ വഴുതനങ്ങയുടെ തൊലി പതുക്കെ പൊളിച്ചെടുക്കും. തൊലി പൊളിച്ചിട്ട് അതും ചോപ്പ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് എണ്ണ ഒഴിച്ച് മൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഉള്ളി വഴറ്റി അതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പക്ഷെ 1/2 ടീസ്പൂണും വേണമെന്നില്ലായിരുന്നു, 1 ടീസ്പൂൺ മതിയായിരുന്നു. ഞാൻ അറിയാതെ ഇട്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്കത് എരിവ് കൂടിപ്പോയി. പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പറും ഇട്ടിട്ട് ആ ഉള്ളി ഒന്ന് വഴന്ന് ആ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പം തക്കാളിക്ക ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വഴുതനങ്ങായും ഇട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. വഴുതനങ്ങയ്ക്കകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. പക്ഷേ എനിക്കത് പോരാഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു. കാരണം എനിക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണമായിരുന്നു. ആവശ്യത്തിന് ഉപ്പിട്ടു, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടു, പിന്നെ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ പൊടി കലക്കി ഒഴിച്ചു. എരിവ് ബാലൻസ് ചെയ്യാനാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചത്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞാനിത് ചേച്ചി കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പം അടിപൊളി കറി റെഡിയായി. ചപ്പാത്തി ഉണ്ടാക്കാൻ നേരെയില്ലാഞ്ഞ കാരണം റാപ്സാണ് ഞാൻ എടുത്തത്. ഒരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചു. അങ്ങനെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ വഴുതനങ്ങ ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം അത്ര ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും വേറൊരു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.